ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം ഉണ്ട്? എല്ലാവർക്കും സുഖമാണല്ലോ. അങ്ങനെ നാളെ ഇവിടെ പെരുന്നാളായി. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് എന്താ പറയുക, നോമ്പിൻ്റെ കുറച്ച് കടിയും തിരക്കും അങ്ങനത്തെ വിശേഷങ്ങളെല്ലാം പെരുന്നാളിൻ്റെ തലേന്നത്തെ ഒരു തിരക്കുണ്ടാവുമല്ലോ, അതെല്ലാം. അപ്പോൾ ഇന്നിതാ ഞാൻ ഇങ്ങനെ നോമ്പ് തുറക്കാൻ ഉന്നക്കായും കട്ട്ലറ്റും ആയിരുന്നു ഉണ്ടാക്കിയത്. ആദ്യം ഇതാ ഞാൻ ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ടൊരു 3 അധികം പഴുക്കാത്ത പഴം ഉണ്ടല്ലോ, അതൊന്ന് പുഴുങ്ങിയെടുത്ത് എന്നിട്ട് അതിങ്ങനെ ചൂടോടെ തന്നെ അപ്പാടന്നെ അത് ഉടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ അതൊരു എന്താ പറയുക കല്ല് പോലെ ആയിപ്പോൾ. എന്നിട്ട് അതിന് ശേഷം ഞാനിങ്ങനെ ഇതാ ഫുഡ് പ്രോസസ്സറിലിട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക പഴം അരക്കുമ്പോൾ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ പഴയല്ലിതാ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് കുഴച്ചൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിന് അധികം പഴുത്തതും എന്താ പറയുക അധികം പച്ച അങ്ങനത്തെ ആ ഒരു രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്നൊരു പരുവുണ്ടല്ലോ, അങ്ങനത്തെ ഒരു പഴമാണ് വേണ്ടത്. പക്ഷേ കുറച്ചുകൂടി പഴുത്ത പഴമാകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ ഇതിങ്ങനെ ഉരുട്ടാനുള്ള നല്ല പണിയായിരിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, നമ്മൾ പണ്ടം വറുക്കുക എന്ന് പറയും, അപ്പോൾ അത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു 2 ടേബിൾ സ്പൂൺ RKGയിൽ കുറച്ച് നട്ട്സും കിസ്മിസും ഒന്ന് പിന്നെ വറുക്കുക. എന്നിട്ട് അതിലേക്കൊരു 4 മുട്ടയും പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ഇത് ചില ആൾക്കാരെല്ലാം എന്താ പറയുക അധികം ആൾക്കാരും തേങ്ങൻ്റെ ഫില്ലിംഗ് ആയിരിക്കും ഉണ്ടാക്കുക, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റുമാണ്. എനിക്ക് എന്താ പറയുക തേങ്ങൻ്റെ പണ്ടാണ് ഇഷ്ടം, പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കിയാൽ അത് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് തോന്നില്ല. അതുകൊണ്ട് പിന്നെ പലരും മുട്ട മാത്രം വെച്ചിട്ട് ഉണ്ടാക്കും. ഇപ്പം ഞാനതുകൊണ്ട് മുട്ടൻ്റെ മാത്രം ഉണ്ടാക്കുന്ന ഒരു മുട്ടയും പകുതി തേങ്ങയിൽ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ മദറിൻലോൻ്റെ ഒരു എന്താ പറയുക പണ്ടുണ്ട്, എൻ്റെ പൊന്നു ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എന്നെ ഉന്നക്കായിൽ ഉരുട്ടാനായിട്ട് അടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക ആ ഒരു ഫില്ലിങ്ങിൻ്റെ പകുതി ഞാൻ തിന്നേർക്കും, അത്രയും ടേസ്റ്റാണ്. പക്ഷെ ആ ഒരു ടേസ്റ്റൊന്നും നമുക്ക് കിട്ടിക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ 4 മുട്ടയും അതിലേക്ക് പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഒരു 5 ടേബിൾ സ്പൂണിൻ്റെ പഞ്ചസാര ഇട്ടിരുന്നു, കാരണം നല്ല മധുരം വേണം. മുട്ടയിൽ ഇത്തിരി മധുരം കുറഞ്ഞ തീരെ എന്താ പറയുക രസം ഉണ്ടാവില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടിയും കൂടി ഇട്ടിട്ട് പഞ്ചസാര എന്താ പറയുക സിറപ്പിൽ മുട്ടയിലൊന്ന് വെന്ത് ഒരു എന്താ പറയുക കുഴഞ്ഞു മറിഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റിലായിട്ട് വരണം. എന്നിട്ട് എല്ലാം ഒന്നിങ്ങനെ എന്താ പറയുക ഡ്രൈ ആയിട്ട് കിട്ടണം. കണ്ടോ, ആ പഞ്ചസാരൻ്റെ ഒരു ഇത് മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് ആ ഒരു പഴത്തിൻ്റെ ഉള്ളിൽ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ പഴം എടുത്ത് എന്താ പറയുക ഒരു ബോൾ പോലെ കയ്യിലെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി ഒരു കുഴി പോലാക്കി അതിലേക്ക് നമ്മൾ ഈ പണ്ടം വെച്ച് കൊടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. പക്ഷേ ഉരുട്ടുമ്പോൾ എന്താ പറയുക ആ ഒരു ഉന്നക്കായൻ്റെ ഒരു പെർഫെക്റ്റ് ഉണ്ടല്ലോ, ആ 2 സൈഡും കോണ പോലെയെല്ലാം ആയിട്ട് എനിക്കങ്ങനെ ഒരിക്കലും ശരിയാവില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് എൻ്റേതായൊരു ഇതിൽ ഉരുട്ടിയെടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇതാ പണ്ടെല്ലാം കുറച്ചധികം തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ടിതാ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ഉന്നക്കായൻ്റെ ഒരു ഷേപ്പൊന്നും എനിക്ക് കിട്ടില്ല കേട്ടോ, ആ ഒരു സൈഡ് കോണം നോക്കിയിട്ട് ഞാനിതാ ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കുകയും ചെയ്യാം. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റുള്ള എന്താ പറയുക എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ചായൻ്റെ കടിയാണിത്. എത്ര നമ്മൾ പുതിയ പുതിയ എന്താ പറയുക ഐറ്റംസ് വന്നാലും ഇതിൻ്റെ എല്ലാം ഒരു എന്താ പറയുക ഒരു ടേസ്റ്റും ആ ഒരു പേരൊന്നും ഇപ്പോഴും എന്താ പറയുക പോയിട്ടുണ്ടാവില്ല. അത്രയും ഉന്നക്കായി കട്ട്ലറ്റ് ഇറച്ചിപ്പത്തൽ എന്നെല്ലാം പറയുന്നത് നമ്മളൊരു ട്രഡീഷണൽ കടി ഉണ്ടല്ലോ. അപ്പോൾ ഇതാ ഉന്നക്കായി എല്ലാം ഞാൻ ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്യണം. അതിനു മുമ്പ് ഇതാ കട്ട്ലറ്റും കൂടി ഉണ്ട്, അത് ഞാൻ 2 ദിവസം മുമ്പേ എല്ലാം എന്താ പറയുക റെഡിയാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും കുറച്ചൊന്ന് പൊരിച്ചെടുക്കാം. പിന്നെ ഇതായിരുന്നു നോമ്പ് തുറക്കാനുള്ള എൻ്റെ കടികൾ. അപ്പോൾ എല്ലാം ഞാൻ പിന്നെ കുറച്ചേ ആക്കുന്നുള്ളൂ. ഈ കട്ട്ലറ്റെല്ലാം പിന്നെ ഒരു 1 വീക്ക് വരെ ഫ്രീസറിൽ കിടക്കും. പക്ഷേ എനിക്കതിനോട് വലിയ ഇതൊന്നുമില്ല. എനിക്കിപ്പോൾ ആ ഒരു ഫ്രഷായിട്ട് ഉരുട്ടി അപ്പാടന്നെ ഫ്രൈ ആക്കി എടുക്കുന്നത് ഇഷ്ടം. അപ്പോഴാണ് എനിക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ടേസ്റ്റും ഒരു കാണാനൊരു ലുക്കും എല്ലാം തോന്നുന്നത്. അല്ലെങ്കിൽ അധികം പൊടിഞ്ഞെല്ലാം പോവും. അപ്പോൾ എപ്പോഴും അപ്പം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ പണി കുറയും, അത്ര തന്നെ. ഇത് ഉന്നക്കായ ഇതാ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. കട്ട്ലറ്റും എല്ലാം ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് ഇങ്ങനെയെല്ലാം തന്നെയായിരുന്നു ഫുള്ള് തിരക്ക്.
എന്താ പറയുക, പിന്നെ ഒരു പുഡിങ് ഉണ്ടാക്കി, ഇളനീർ പുഡിങ്. പിന്നെ രാത്രിയേക്ക് ഇതാ അരി റൊട്ടിയും പിന്നെ ചിക്കൻ സ്റ്റൂ ആയിരുന്നു ഇന്നത്തെ നാസ്ത. അപ്പോൾ ഇത് പിന്നെ ബയ്യെ കഴിക്കും ലേറ്റായിട്ട്. അപ്പോൾ ഇതങ്ങനെ നോമ്പ് തുറക്കാനിരുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ തലേന്നുള്ള പെരുന്നാളിൻ്റെ തലേന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.